നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. കോതമംഗലത്തെ വന്യമൃഗാക്രമണത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് INTUC-യുടെ നേതൃത്വത്തിൽ കർഷകർ ധർണ നടത്തി. കുട്ടമ്പുഴ, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് വന്യമൃഗശല്യം മൂലം കഷ്ടത അനുഭവിക്കുന്നത്. കോതമംഗലം താലൂക്കിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കർഷക തൊഴിലാളികളുമാണ് വന്യമൃഗശല്യത്തിനെതിരെ DFO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണ്. നിരവധി കൃഷിയിടങ്ങളാണ് വന്യജീവി ആക്രമണത്തിൽ താറുമാറായത്. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ കർഷകർ. കൂട്ടമായി എത്തുന്ന ആനകളും കുരങ്ങുകളും പന്നിയുമൊക്കെ വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകന് അർഹിക്കുന്ന വില പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് വന്യജീവികളുടെ ആക്രമണം ഇരുട്ടടിയാകുന്നത്. ഒരു 20 അടി അകലെയാണ് ആന വന്ന് നമുക്ക് എപ്പോൾ വേണേലും വീടിന്റെ മേൽക്കൂര ആനയുടെ തുമ്പിക്കൈ ഉരിച്ച് താഴെ ചാടിക്കും. നമ്മൾക്ക് വളരെ വിഷമാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങാനോ നമ്മൾ കരമടയ്ക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമിയാണെന്ന് ഓർക്കണം. എങ്കിലും നമ്മൾക്ക് അതിനകത്ത് പേടി കൂടാതെ നടക്കാനുള്ള ഒരു ശരിക്കും പറഞ്ഞ സർക്കാർ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കണമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു കപ്പ ഇടാൻ പാടില്ല, യാതൊരു വക മറ്റ് ധാന്യങ്ങളൊന്നും നമുക്ക് പാടില്ല. ഈ വില കൊടുത്ത് മേടിക്കുന്ന അരി മാത്രം നമുക്ക് ഭക്ഷിക്കാനുള്ള, അത് എന്ത് കൊടുത്താലും വിലയില്ല. നിരവധി പരാതികൾ നൽകിയെങ്കിലും അധികൃതർ നാളിതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് DFO ഓഫീസിന് മുന്നിൽ കർഷകർ പ്രകടനവും ധർണയും നടത്തിയത്. ജനങ്ങളെല്ലാം ആത്മഹത്യയുടെ പക്കത്താണ്. ഇവിടെ ഈ ഭാഗത്തുള്ള കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആളുകളെല്ലാം ആത്മഹത്യയുടെ പക്കത്താണ് ഇന്ന് കഴിയുന്നത്. അവർക്ക് പട്ടിണിയും പരിവട്ടവുമായി നെട്ടോട്ടം ഓടുന്ന കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മുൻ MLA BJ പൗലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പനമരം ആറമുട്ടംകുന്ന് കാളിയാർ തോട്ടത്തിൽ രാജനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി S. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, രാവിലെ 7:30 സമീപത്തുള്ള കടയിലേക്ക് പാൽ അളന്നു കൊടുക്കുന്നതിന് വേണ്ടി സൊസൈറ്റിയിലേക്ക് പോകും വഴിയാണ് രാജൻ ആനയുടെ മുമ്പിൽപ്പെട്ടത്. ആനയുടെ ചവിട്ടേറ്റ് രാജൻ റോഡിൽ മണിക്കൂറുകളോളം കിടന്നെങ്കിലും ആരും കണ്ടില്ല. തുടർന്ന് അതുവഴി വന്നവരാണ് മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ 7:30യോടെയാണ് സംഭവം നടന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിലധികം സമയം അവിടെ റോഡിൽ കിടന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ആശുപത്രിയിൽ നിന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനമരം ആറുമുട്ടംകുന്ന് കാളിയാർ തോട്ടത്തിൽ രാജനാണ് കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ ഈ അടുത്ത കാലത്തായി കാട്ടാന ശല്യം രൂക്ഷമാണ്. പ്രധാന കാരണം ഈ വരൾച്ച രൂക്ഷമാവുകയും ഇതേ തുടർന്ന് വനമേഖലയിൽ വെള്ളവും ഭക്ഷണവും നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ മലയോര മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇത് പ്രത്യേകിച്ച് വയനാട്ടിൽ രൂക്ഷമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഒരു അക്രമകാരിയായ ആനയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനന്തവാടിയിൽ ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, S. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രളയത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച പല വീടുകൾക്കും മതിയായ പരിഗണന നൽകാൻ അധികൃതർ തയ്യാറായില്ല എന്ന ആക്ഷേപം. പെരിയാർ തീരത്ത് താമസിക്കുന്നവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഇടുക്കി ഡാം തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് പെരിയാർ തീരത്തെ പല വീടുകളും ഭാഗികമായി തകർന്നത്. പ്രളയം കടന്നുപോയി 6 മാസം പിന്നിട്ടിട്ടും മതിയായ പരിഗണന നൽകുവാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതി. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലം വീടിന്റെ ഒരു വശം ചരിഞ്ഞത് മാത്രമല്ല, വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും ഷീറ്റുകൾക്കും വിള്ളൽ വീണു. എന്നിട്ടും 15 മാർക്ക് മാത്രമാണ് വീടിന് നൽകിയതെന്നാണ് വാഴത്തോപ്പ് സ്വദേശിനി പൊന്നമ്മയുടെ പരാതി. 16 മുതൽ 29 വരെ മാർക്കെങ്കിലും ലഭിച്ചാൽ മാത്രമേ വീട് മെയിന്റനൻസിന് തുക ലഭിക്കൂ. എൻ്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ ഇഷ്ടം പോലെ സംഭവിച്ചു. മോശങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഒരു വശം കീഴോട്ട്, അടുക്കളയുടെ ഒരു വശം തകർന്ന് കീഴോട്ട് ഇരുന്നിട്ടുണ്ട്. തറ കോൺക്രീറ്റ്, ഈ ബെൽറ്റ് വാർത്ത തറയല്ല. അതിൻ്റെ പേരിൽ തറ മണലായതുകൊണ്ട് അതിൻ്റെ അടി ഇരുന്നിട്ടുണ്ട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. പിന്നെ ഭിത്തി പൊട്ടിയിട്ടുണ്ട്, പിന്നെ ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്, തറ വിരിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്, തറ പൊട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയ അത്ര പോലും വെള്ളം കയറാത്ത കുടുംബത്തിന് 59% മാർക്ക് കൊടുത്തിട്ടുണ്ട്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ നിരവധി പേർ ഇതേ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കളക്ടറേറ്റ് മുതൽ പഞ്ചായത്തിൽ വരെ കയറിയിറങ്ങിയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് അഴുക്ക് അടിഞ്ഞുകൂടി സമീപത്തെ പൊതുകിണർ മൂടിയതോടെ കിണറ്റിലും മലിനജലമാണ്. ഇതോടെ കുടിവെള്ളവും മുട്ടിയ അവസ്ഥയിലാണ്. ന്യൂസ് 18 വാഴത്തോപ്പ്. മൂന്നാറിൽ ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ വിവിധ പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. മാട്ടുപ്പെട്ടി സെന്റർ നഷ്ടത്തിലാണ് എന്ന് വരുത്തി തീർത്താണ് CPMന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് നടത്തിപ്പ് ചുമതല നൽകിയത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു.
ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നാണ്. ദിവസേന 20,000 രൂപ മുതൽ 60,000 രൂപ വരെ വരുമാനം ലഭിക്കുന്ന ഹൈഡൽ ടൂറിസം സെന്ററുകൾ ഇടുക്കിയിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മൂന്നാർ മാട്ടുപ്പെട്ടി ഹൈഡൽ ടൂറിസം സെന്റർ. മൂന്നാറിലേക്ക് എത്തുന്ന ഭൂരിഭാഗം സഞ്ചാരികളും ഇവിടെ എത്തി ബോട്ടിംഗ് നടത്താതെ മടങ്ങാറില്ല. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സെന്റർ നഷ്ടത്തിലാണെന്ന് കാണിച്ചാണ് സർക്കാർ ചുമതല KCPM നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് കൈമാറിയതെന്നാണ് ആരോപണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത് ഹൈഡൽ ടൂറിസത്തെ ഓരോ ഭാഗമായിട്ട് വിൽപ്പന നടത്തുന്നതിലൂടെ ഹൈഡൽ ടൂറിസത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ആകെ തകരുകയും ഈ ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഈ വരുന്ന ടൂറിസ്റ്റുകാർക്ക് യാതൊരു തരത്തിലുള്ള അവർക്ക് സുരക്ഷിത അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സേഫ്റ്റി ഇല്ലാതെ വണ്ണം ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിൽ അർഹതയുള്ളവരെ ഒഴിവാക്കി പിൻവാതിലിലൂടെ നിയമനം നടത്തുകയാണ് CPM ചെയ്യുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് 18 മൂന്നാർ. വിനോദസഞ്ചാര മേഖലയിൽ ഷീ ലോഡ്ജുകൾ ഒരുക്കി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത്. പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വനിതാ കേന്ദ്രങ്ങളെ വിനോദസഞ്ചാരികൾക്കുള്ള വാസകേന്ദ്രങ്ങളാക്കാൻ ഒരുങ്ങുകയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. 10 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി മാറ്റിവെച്ചത്. വിനോദസഞ്ചാര ഭൂപടത്തിൽ അടിമാലിക്ക് പുതിയ ഇടം നൽകാൻ ലക്ഷ്യമിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഷീ ലോഡ്ജ് എന്ന ആശയവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് ഷീ ലോഡ്ജുകൾ തയ്യാറാക്കുക. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതും പ്രവർത്തനരഹിതവുമായ വനിതാ കേന്ദ്രങ്ങൾ മനോഹരമാക്കി കുറഞ്ഞ ചെലവിൽ സഞ്ചാരികൾക്ക് നൽകുകയെന്നതാണ് പദ്ധതി. നമുക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് അടിമാലി എന്ന് കണ്ടതുകൊണ്ട് ഈ വനിതാ കേന്ദ്രങ്ങൾ ഷീ ലോഡ്ജുകളാക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ 2019-20 പദ്ധതിയിൽ ഈ 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കാഞ്ഞിരവേലി, കല്ലാർ തുടങ്ങിയിടങ്ങളിലാണ് ഷീ ലോഡ്ജുകൾ തുറക്കുക. വിനോദസഞ്ചാരികളായ വനിതകൾക്ക് സുരക്ഷിത വാസസ്ഥലം ഒരുക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. താമസത്തിന് ആവശ്യമായ ഗൃഹോപകരണങ്ങളും ലോഡ്ജിൽ ലഭ്യമാക്കും. 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 അടിമാലി. അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇടുക്കി കലാർകുട്ടിയിലെ സംരക്ഷണ ഭിത്തി. അണക്കെട്ടിന്റെ സമീപത്തായി PWD നിർമ്മിച്ച താൽക്കാലിക സംരക്ഷണ ഭിത്തിയാണ് ഇന്ന് നാട്ടുകാരിൽ ഭീതി പരത്തുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ വിസ്തൃതി കുറവായതിനാലും മറ്റ് അസൗകര്യങ്ങൾ മൂലവും ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ടൗണാണ് കല്ലാർകുട്ടി. 2 വർഷം മുൻപ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഇവിടുത്തെ 4 കടകൾ ഡാമിലേക്ക് പതിച്ചിരുന്നു. ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. പേരുകൊണ്ട് അടിമാലി കുമളി ദേശീയപാതയെങ്കിലും ഏറെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ ഇപ്രകാരം ഒരു കരിങ്കൽ ഭിത്തി നിർമ്മിച്ചത് വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒരുപോലെ ദുരിതമാണുണ്ടാക്കിയത്. ഇവിടെ ഇടിഞ്ഞിട്ട് കെട്ടാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും കെട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് ഭയങ്കര ഒരു അപകടാവസ്ഥയിലാണ്. 2 വണ്ടികൾ തികച്ചു വന്നാൽ വണ്ടി ഇതിലെ പോകത്തില്ല. സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നതാണെങ്കിലും അതും പോയിരിക്കുകയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ചെറുവാഹനങ്ങളും KSRTC ഉൾപ്പെടെയുള്ള സർവീസ് ബസ്സുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. 2 വർഷം പിന്നിട്ടിട്ടും ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ കരിങ്കല്ലുകൾ അടുക്കിവെച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവാദിത്തം ഒഴിയുന്നെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 കല്ലാർകുട്ടി. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ റോഡരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ അപകട ഭീഷണി ഉയർത്തുന്നു. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ കൂട്ടാമ്പറമ്പിലാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണൂർ കൂട്ടാപ്പറമ്പ് കുരുടിക്കൊല്ലി ബസ് സ്റ്റോപ്പിന് സമീപത്താണ് റോഡിൽ നിന്നും നിശ്ചിത അകലം പാലിക്കാതെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ളത്. കാർത്തികപുരം സെക്ഷൻ ഓഫീസ് പരിധിയിലുള്ളതാണ് ട്രാൻസ്ഫോർമർ. കൊടുംവളവിൽ വീതി കുറഞ്ഞ ഭാഗത്താണ് ട്രാൻസ്ഫോർമറിന്റെ നിൽപ്പ്. കുട്ടികൾക്ക് പോലും കയ്യെത്തും ദൂരത്താണ് ഫ്യൂസ് ബോക്സുകളുടെ സ്ഥാനം. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിനാൽ രാത്രിയായാൽ ഇതിന്റെ പരിസരം ഇരുട്ടിലാകും. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗമായതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. ഇതിന്റെ അപകടം വർദ്ധിപ്പിക്കുന്ന വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളവിനാണ് നിൽക്കുന്നത്. ഈ കുടിക്കൊല്ലി വളവിനോട് ചേർന്നാണ് ഈ ട്രാൻസ്ഫോമർ ഉള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്യൂസും കാര്യങ്ങളും എല്ലാം കുഞ്ഞു കുട്ടികൾക്ക് പോലും നിലത്ത് നിന്ന് കൈയെത്താവുന്ന ദൂരത്തിലാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മെക്കാഡം ടാറിംഗ് സമയത്ത് ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും നടപ്പിലായതുമില്ല. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് അപകടകരമായ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തളിപ്പറമ്പ്. സ്കൂൾ മോടി പിടിപ്പിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയതോടെ ശ്രദ്ധേയനായ ഒരു ചിത്രകാരൻ. ജന്മനാ ഇടതുകൈ മാത്രമുള്ള മനോജ് കുമാർ സ്കൂൾ ചുമരുകളിൽ അത്ഭുതങ്ങളുടെ നിറക്കൂട്ടാണ് ഒരുക്കിയത്.
പഴയകാല ഓർമ്മകളുമായി സ്കൂളിൽ തിരിച്ചെത്തിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂൾ മോടിയാക്കാൻ തീരുമാനിച്ചത്. അവർ ഒരു ചിത്രകാരനെയും കണ്ടെത്തി. ജന്മന ഇടങ്കൈ മാത്രമുള്ള പത്തനാപുരം ചേക്കം സ്വദേശി മനോജ് കുമാർ. പുനലൂർ കുന്നിക്കോട് ഇളമ്പൽ സ്കൂളായിരുന്നു വേദി. മനോജിന്റെ നിറക്കൂട്ടിൽ കർഷകരും തീവണ്ടിയും ലൈറ്റ് ഹൗസും ഒക്കെ ചുമരിൽ നിറഞ്ഞു. ക്ലാസ് മുറികളിൽ ഭൂപടങ്ങളും പഠനവിശേഷങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും. ജഡായുപാറ തുടങ്ങിയ കമനീയമായ പെരുമ ഈ സ്കൂളിന്റെ മതിലിലും ഭിത്തികളിലും രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ ഉപകാരപ്രദമായ ഇന്ത്യയുടെ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം, കൊല്ലം ജില്ലയുടെ ഭൂപടം, അതോടൊപ്പം തന്നെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം സംഘടിപ്പിച്ച് ഈ മാസം 31-നാണ് സ്കൂളിന്റെ 95-ാം വാർഷികം. ആഘോഷവേളയിൽ സ്കൂൾ മനോഹരമാക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂൾ വികസന സമിതിയും ചേർന്നാണ് ആഘോഷമൊരുക്കുന്നത്. ഇളമ്പൽ ഗവൺമെന്റ് UPSലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ വികസന സമിതിയും സംയുക്തമായി സമ്മേളിക്കുകയും അതിന്റെ ഭാഗമായി സ്കൂളിന്റെ നവീകരണം അനിവാര്യമായ ഘടകമാണെന്ന് ബോധ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ സ്കൂളിനെ കമനീയമാക്കുന്ന പ്രവർത്തനം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സ്കൂൾ വികസന സമിതിയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. മനോജിന്റെ കരവിരുത് കാഴ്ചക്കാർക്കും അത്ഭുതമാണ്. ആഘോഷനാളിലേക്ക് സ്കൂളിനെ അടിമുടി മാറ്റുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ന്യൂസ് 18 പുനലൂർ. രാജ്യത്തെ തന്നെ നടുക്കിയ കുരങ്ങണി കാട്ടുതീ ദുരന്തത്തിന് ഒരാണ്ട്. 28 പേരുടെ ജീവനെടുത്ത അപകടത്തെ ഞെട്ടലോടെയാണ് നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നത്. വേനലെത്തിയതോടെ കുരങ്ങണി മല വീണ്ടും കാട്ടുതീ ഭീഷണിയിലാണ്. കേരള തമിഴ്നാട് അതിർത്തി മലനിരയായ കുളുക്കുമലയുടെ അടിവാരത്താണ് കുരങ്ങനിമല സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് ട്രക്കിങ്ങിനായി ഇവിടെ എത്തിയ 40-അംഗ സംഘമാണ് അന്ന് കാട്ടുതീയിൽ അകപ്പെട്ടത്. ട്രക്കിംഗ് നടത്തി തിരിച്ച് മലയിറങ്ങുന്ന സമയത്ത് 4 വശത്തു നിന്നും കാട്ടുതീ പടർന്നു കയറുകയായിരുന്നു. அந்த இடத்துல பார்க்கும்போது ஃபர்ஸ்ட் அந்த பிள்ளைங்க மேக்ஸிமம் அதில் லேடிஸ் தான் இருந்தது ஃபர்ஸ்ட். அதில் நான் போய் ஃபர்ஸ்ட் பார்க்கும்போது அந்த பிள்ளைகள உள்ள என்ன சொல்கிறது உடம்புல ஒரு துணி கூட இல்லாமல் தான் இருந்தது. பார்த்து அழுதுட்டு அப்படின்னா என் கூட வந்த எங்கள் ஊர் மக்களோட துணிமணியை வேட்டி சேலை இதுகளை வாங்கி கொண்டு போய் தான் அவங்கள பொத்தி இது பண்ணிவிட்டு அதுக்கு பிறகு அதை வீடியோ எடுத்து கலெக்டமாக நாங்கள் அனுப்பிச்சு வச்சது எல்லாமே. அப்போ அந்த மாதிரி மனநிலை என்ன சொல்கிறது கிட்டத்தட்ட ஒரு 4.5 மணி நேரம் போராட்டத்துக்கு பிறகுதான் நாங்கள் அந்த பாடி பக்கத்தில் போய் தூக்கி மேலே கொண்டு வந்து ரோட்டில் വച്ചோம். 8 പേർ സംഭവ സ്ഥലത്തും 20 പേർ പല ദിവസങ്ങളിലുമായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദുരന്തമുണ്ടായി 1 വർഷം പിന്നിടുമ്പോൾ വനംവകുപ്പിന്റെ അനുമതിയോടെ നിരവധി സഞ്ചാരികൾ കുരങ്ങനിമലയിൽ ട്രക്കിങ്ങിനായി എത്തുന്നുണ്ട്. വേനൽ കടുത്തതോടെ ഇവിടം വീണ്ടും കാട്ടുതീ ഭീഷണിയിലാണ്. എന്നാൽ കാട്ടുതീ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വനംവകുപ്പ് അധികൃതരിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് രാജവെമ്പാലയെ പിടികൂടി. തട്ടേക്കാട് കുട്ടമ്പുഴ സ്വദേശിയുടെ പറമ്പിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. റോഡിനോട് ചേർന്നുള്ള കൊക്കോ മരത്തിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് പാമ്പിനെ കണ്ടത്. വന്യജീവി റെസ്ക്യൂ ടീം അംഗം ഷൈന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് മാറ്റി. നാട്ടുവർത്തമാനം തുടരുന്നു. ശബരിമല ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠരര് രാജീവര് നേതൃത്വം നൽകും. വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, എന്തായാലും കൊടിയേറ്റോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ശബരിമലയിൽ തുടക്കമായിരിക്കുന്നു. മീനമാസ പൂജയോടും ക്ഷേത്രോത്സവത്തോടും അനുബന്ധിച്ചുള്ള തിരക്ക് എത്രത്തോളമുണ്ട് ശബരിമലയിൽ? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് കൊടിയേറിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ഏതായാലും കൊടിയേറ്റ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പ്രത്യേക ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ന് പ്രധാനമായും നടക്കാൻ പോകുന്നത് ബിംബശുദ്ധിക്രിയകളാണ്. ബിംബശുദ്ധിക്രിയകൾ പൂർത്തിയാകുന്ന വേളയിൽ ഹരിവരസനം പാടി നടയടയ്ക്കും. നാളെയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഉത്സവ ബലിയാണ് നാളെ നടക്കുക. ഏതായാലും ഉത്സവ ബലി വീക്ഷിക്കാനും
വലിയൊരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. ഇതോടൊപ്പം തന്നെ 16-ാം തീയതിയാണ് വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ 19-ാം തീയതി, അതായത് 9ാം ഉത്സവ ദിവസമായ 20-ാം തീയതിയാണ് പള്ളിക്കുറുപ്പ് നടക്കുന്നത്. അവസാന ദിവസം, അതായത് അവസാന ഉത്സവ ദിവസമായ 21-ാം തീയതിയാണ് പമ്പ ആറാട്ട് നടക്കുക. പമ്പ ആറാട്ടും ഒപ്പം തന്നെ ആറാട്ട് എഴുന്നള്ളിപ്പും നടക്കും. പ്രധാനമായും പമ്പ ആറാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സന്നിധാനത്ത് നിന്നും എഴുന്നള്ളിപ്പായിട്ട് പമ്പയിലേക്ക് പോവുകയും അവിടെ ആറാട്ട് പൂജകൾ നടക്കുകയും ചെയ്യും. ആറാട്ട് പൂജകൾ പൂർത്തിയാകുന്ന വേളയിൽ തിരിച്ച് സന്നിധാനത്തേക്ക് എഴുന്നള്ളിച്ച് മടങ്ങുകയും ചെയ്യും. അതിനുശേഷമാകും കൊടി ഇറങ്ങുക, അതായത് 21-ാം തീയതി തന്നെ കൊടി ഇറങ്ങുകയും ചെയ്യും. നമുക്കറിയാം, മീനമാസ പൂജകൾക്കും ഒപ്പം തന്നെ തിരുക്ഷേത്ര ഉത്സവത്തിനുമായി ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. നട തുറക്കുമ്പോൾ ചെറിയൊരു തിരക്ക് ദൃശ്യമായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ അധികം ഭക്തർ ഇവിടേക്ക് എത്താത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തർ എത്തുന്നെങ്കിലും അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. മലയാളികളെക്കാൾ ഉപരി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ കൂടുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും തിരക്ക് വരും ദിവസങ്ങൾ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പരിഹരിക്കുക, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള, അത് ക്രമീകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ക്രമീകരണം എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. ശരി ശരൺ, ശബരിമല ഉത്സവത്തിന് കൊടിയേറിയിരിക്കുന്നു. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് ശബരിമലയിൽ ഉണ്ടാവുക. ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠരര് രാജീവരാണ് നേതൃത്വം നൽകിയത്. രാവിലെ നട തുറന്നപ്പോൾ ചെറിയ രീതിയിലൊരു തിരക്കുണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതീക്ഷ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, തീരദേശ മേഖലയിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി താനൂരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് 5 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. തീരദേശ മേഖലയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കായാണ് വിജയരഥം എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ്. 5 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 30-ലധികം വിദഗ്ധാധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. താനൂർ MLA D. അബ്ദുറഹ്മാനാണ് ക്യാമ്പിന് പിന്നിൽ. ഒഴിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ജോലികളിൽ എത്താതെയും ഉള്ള ആ ഒരു സമൂഹം സത്യത്തിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അതിൽ വലിയൊരു ഭാഗവാക്കാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കണ്ടിരുന്നു. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ വിജയം സുനിശ്ചിതമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മാനസികമായി കരുത്തു പകരുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാൻ ക്യാമ്പ് വഴിയൊരുക്കുമെന്നാണ് അധ്യാപകരുടെ വിശ്വാസം. മറ്റു ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അധ്യാപകർ. ന്യൂസ് 18 തിരൂർ. കാലാവധി കഴിഞ്ഞതടക്കമുള്ള മരുന്നുകൾ ചാക്കുകളിലാക്കി കിണറ്റിൽ തള്ളി. മലപ്പുറം പുത്തനത്താണി കുറുമ്പത്തൂർ വില്ലേജിന് സമീപം ജനവാസ മേഖലയിലെ കിണറ്റിലാണ് മാലിന്യം തള്ളിയത്. കുറുമ്പത്തൂർ വില്ലേജിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിലാണ് മരുന്നുമാലിന്യം ചാക്കുകളിലാക്കി തള്ളിയത്. കാലാവധി തീർന്നതും അല്ലാത്തതുമായ ലക്ഷക്കണക്കിന് മരുന്ന് പെട്ടികളാണ് കിണറ്റിൽ കണ്ടെത്തിയത്. നാട്ടുകാരറിയാതെ ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയതാണെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് ഗുളികകൾ നിറച്ച ചാക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴക്കാലമാകുമ്പോൾ കിണറ്റിൽ വെള്ളം നിറഞ്ഞ് സമീപത്തെ കിണറുകളിലെല്ലാം വെള്ളമെത്തും. ഈ സാഹചര്യത്തിൽ മരുന്ന് തള്ളിയത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്ന ഒരു കിണറാണിത്. ഇതൊന്ന് ഒഴുകിയിട്ട് ഇവിടെ എടച്ചേരിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഇതിൻ്റെ വെള്ളം എത്തുന്നതാണ്. അപ്പോൾ ഇവർ ഈ പരിപാടി ഇവിടെ ഒന്ന് ചെയ്തു പോകുമ്പോൾ ഇവിടെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളിത് പ്രതികരിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ഇവർ കൊടുക്കുന്നത് ഇവിടെ നിക്ഷേപിച്ചു പോകും. മരുന്നുകൾ കിണറ്റിൽ തന്നെ കുഴിച്ചു മൂടാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇനിയും ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എന്താ സംശയമൊക്കെ തുടങ്ങിയാണ് നാട്ടിൽ. ഇതിങ്ങനെ ഒഴിവാക്കപ്പോൾ എന്താ കാരണം എന്നുള്ള ലെവലിൽ എന്തായാലും ഞങ്ങളിത് പ്രക്ഷോഭത്തിലാണ്. കാരണം ഇതിവിടെ അവർ JCB മൂടാനോ അതിനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല.
സംഭവത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റ നോട്ടത്തിൽ ധന്യ എത്തും. നമസ്കാരം.